ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാനൊരു റൈഡിങ് പാൻസ് മേടിച്ചു. BBGയുടെ ഓൺലൈനാണ് വാങ്ങിയത്. കസ്റ്റം എലമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്നാണ്. അപ്പോൾ ഓൺലൈൻ എനിക്കത്ര വിശ്വാസമില്ലാഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് COD ക്യാഷ് ഓൺ ഡെലിവറി സെലക്ട് ചെയ്ത്. അപ്പോൾ അവർ ക്യാഷ് ഓൺ ഡെലിവറി സെലക്ട് ചെയ്തപ്പോൾ അതിൽ ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെക്കൊണ്ട് അവർ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യിച്ച്. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഐറ്റം വന്നു. ഐറ്റം കണ്ടോ, 6000 റുപ്പീസ്. സ്നെൽ ഷീൽഡ് റൈഡിങ് പാൻ്റ് എന്നാണ് ഇതിൻ്റെ മോഡലിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് നോക്കാം. പാക്കിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് വന്നേക്കുന്നത്. ഒരു വെറൈറ്റി സഞ്ചിയൊക്കെ തന്നിട്ടുണ്ട് ഒരു പാൻ്റ് ഇടാനായിട്ട്. നല്ലൊരു കവറിങ് ആണ്. അപ്പോൾ ഇതിങ്ങനെ ഓക്കെ. അതിനകത്ത് ഒരു റെയിൻ കോട്ട് ഉണ്ട്. അതായത് നമ്മുടെ പാൻസിന് വേണ്ടിയുള്ള ഒരു റെയിൻ കോട്ട്. റൈഡിങ് പാൻറ്റിന് വേണ്ടി അവർ റെയിൻ കോട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട്. അതിനോട് കൂടി ഭയങ്കര കളർഫുള്ളായിട്ടുള്ള റൈഡിങ് പാൻറ്റാണ്. അല്ല, റെയിൻ കോട്ടിൻ്റെ പാൻറ്റാണ് തന്നേക്കുന്നത് അവർ. ഫ്ലൂറസെൻ്റ് ഗ്രീനാണ്, അല്ലെങ്കിൽ ഫ്ലൂറസെൻ്റ് യെല്ലോ എന്ന് പറയാം. അതിൽ ബ്രാൻഡൊക്കെ ഉണ്ട്. BBGയുടെ ബ്രാൻഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ലോഗോ ഒക്കെ ഉണ്ട് അതിൻ്റെ. കൊള്ളാം, സംഭവം നല്ല കളർഫുള്ളായിട്ടുണ്ട്. വേണ്ട BBG. അപ്പോൾ ഇനി നമുക്ക് റൈഡിങ് പാൻറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. മെറ്റീരിയലൊക്കെ കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അവിടെ 2 പാഡ്സ് ഉണ്ട്. പാഡ്സ് ഇരിക്കുന്ന ലൊക്കേഷൻ ഇവിടെയാണ്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു സിബുണ്ട്. അത്യാവശ്യം ചെറിയ എന്തെങ്കിലും ഇപ്പോൾ ബൈക്കിൻ്റെ കീയും കാര്യങ്ങളൊക്കെ ഇടാനുള്ള സ്ഥലമുണ്ട്. ഇനി ഷീൽഡ് എന്ന് എഴുതിയേക്കണം, അതൊരു വലിയ പോക്കറ്റാണ്. അതിൽ നമ്മുടെ മൊബൈൽ കയറിക്കോളും കറക്റ്റായിട്ട്. മൊബൈലൊക്കെ സെറ്റാണ് അതിനകത്ത്. 2 സൈഡിലും ഉണ്ട് അതേപോലെ തന്നെ. വേണ്ട, എൻ്റെ ഫുള്ള് കൈയുടെ ലെങ്ത്തിൽ ഉള്ളൊരു നല്ല അത്യാവശ്യം വലിയ പോക്കറ്റാണ്. മൊബൈൽ ചാർജറൊക്കെ ഇട്ട് നടക്കാം സിമ്പിളായിട്ട്. അത്യാവശ്യം നല്ല ഡീസൻറ്റ് വലിയ പോക്കറ്റ്സാണ് തന്നേക്കുന്നത്. ബട്ടൺസ് 2 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സിബുമാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് സൈസ് ലാർജാണ്. അപ്പോൾ കണ്ടോ, ലാർജ് L. പിന്നെ ഇതിനകത്ത് റെയിൻ ലൈനേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന സംഭവം. കണ്ടോ, ഇത് സിബ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തേക്കണതാണ്. അതിൻ്റെ ഒരു ഭാഗം ഇവിടെ ഉണ്ടാവും. പിന്നെ ഇത് നമ്മുടെ ബൂട്ട്സൊക്കെ ഇടാൻ വേണ്ടി, ബെല്ലൊക്കെ കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. സിബ് കൊടുത്തേക്കണതാണ്. ബൂട്ടൊക്കെ ഇടാനായിട്ടുള്ള കംഫർട്ടബിൾ, ആ ഒരു സുഖത്തിന് വേണ്ടി, ആ ഒരു കംഫർട്ടിന് വേണ്ടി. കണ്ടോ, ബെല്ല് നമുക്ക് അത്രയും തുറക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ കൂടി വേണമെങ്കിൽ നമുക്ക് നമ്മുടെ നീ പാഡും അഡ്ജസ്റ്റ് ചെയ്യാം. നീ പാഡ് ഇരിക്കണത് ഇങ്ങനെയാണ് കാണുന്ന നീ പാഡ്. ഇത് സൈഡിൽ വന്നേക്കണ സിപ്പ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് അപ്പിയറൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ബാക്കിൽ 2 റിഫ്ലക്റ്റേഴ്സ് പോലെ 2 ലൈനിങ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാഫിൻ്റെയൊക്കെ ആ ഭാഗത്തായിട്ട് അവിടെ നിന്ന് താഴെ വരെ. ലെതറാണെന്ന് തോന്നുന്നു.
എന്തായാലും ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത്, ഈ റൈഡിങ് പാൻസിൻ്റെ. ഇതൊരു പാഡാണ്. ഇവിടെ വേറൊരു പാഡുണ്ട്. ലൈനർ പാൻസ് ഇങ്ങനെയാണ് ഊരിയെടുക്കുന്നത്. കണ്ടോ, ഈ സിബിലാണ് ലൈനർ പാൻസ് വെച്ചേക്കുന്നത്. ഇത് ഭയങ്കര കോൾഡ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലൈനിങ്, ഇന്നർ ലൈനേഴ്സ് ഉപയോഗം വരുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ഇത് ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ചൂടെടുത്ത് വശകേടാവും. മഞ്ഞ് വീഴുന്ന സ്ഥലത്തൊക്കെ കാശ്മീർ അങ്ങോട്ടൊക്കെ പോകുമ്പോഴാണ് ഇതൊക്കെ യൂസ്ഫുള്ളായിട്ട് വരുന്നത്. നമ്മുടെ ഇവിടെ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വേർത്ത് വശകേടാവും. ഉണ്ടോ, ഇതാണ് ലൈനർ, റെയിൻ ലൈനേഴ്സ് എന്ന് പറയും. നല്ല നമ്മുടെ മഴയത്ത് അതിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഓക്കെ. ഇതാണൊരു പാഡ്. മാങ്ങണ്ടി പോലെ ഉണ്ടല്ലോ പാഡ് കണ്ടിട്ട്, ഷേപ്പ് മാങ്ങണ്ടി പോലെ, സ്പോഞ്ച് പോലെ ഇരിക്കുന്നത് സംഭവം. പാഡാണെന്നാണ് പറച്ചിൽ. എനിക്കങ്ങോട്ട് ദഹിച്ചില്ല പാഡ് കണ്ടിട്ട്. ഇപ്പുറത്ത് പറഞ്ഞുകൊണ്ട്, അതായത് നമ്മുടെ ഈ മെയിനായിട്ട് തുടയുടെ മേളിലുള്ള ഭാഗത്തൊക്കെ ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ഇതുകൊണ്ട്. തുടയുടെ സൈഡ്, എല്ല്, അതിനൊക്കെയാണ് നമ്മൾ ചരിഞ്ഞൊക്കെ വീഴുമ്പോൾ ഈ ഒരു ഭാഗം ഒരിക്കലും കുത്തി വീഴുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് അവിടെ 2 പാഡ്സ് കൊടുത്തേക്കുന്നത്, ലെഫ്റ്റിലും റൈറ്റിലും. ഒരു പോക്കറ്റ് പോലെയാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് ആ സൈഡിലെ പാഡ്. ഒരു സ്പോഞ്ച് കഷ്ണം പോലെ ഉണ്ട് കണ്ടിട്ട്. വെയിറ്റൊന്നുമില്ല, ഇച്ചിരി കട്ടിയുണ്ട്. പക്ഷേ ഒരു പല പാഡ്സ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊരു ക്വാളിറ്റി തോന്നണില്ല കണ്ടിട്ട്. ഒരു പോക്കറ്റ് പോലെയാണ് അവർ സെറ്റ് ചെയ്തേക്കണം. എന്നിട്ട് ഇങ്ങനെ ഒട്ടിക്കണ പരിപാടിയാണ്. അതിനകത്താണ് പാഡ്സ് എടുക്കുന്നത്. ഇത് പാൻറ്റ് വാഷൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാഡൊക്കെ ഊരിയെടുത്തിട്ട് വാഷ് ചെയ്യുക. നമുക്ക് വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് വാഷ് ചെയ്തെടുക്കാം. പിന്നെ വേറെ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? പുറകിൽ ആ സിബ് കൊടുത്തേക്കണം നമ്മുടെ ജാക്കറ്റായിട്ട് ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ് വണ്ടികൾ. മുട്ടിൻ്റെ അവിടെ വരുന്ന പാഡ്, നീ പാഡ്. ഇത് കണ്ട, ഇങ്ങനെയാണ് പാഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. ഒട്ടിച്ചു വെക്കണ പരിപാടിയാണ്. ഈ പാഡ് കണ്ടിട്ടും ഒരു സുഖം തോന്നണില്ല. പിടിച്ചു നോക്കിയിട്ടൊക്കെ ഒരു ക്വാളിറ്റി ഇല്ലായ്മ പോലെ തോന്നണം. ഇനിയിപ്പോൾ എന്തോരം സ്ട്രെങ്ത് ഉണ്ടെന്ന് ഇത് ഇട്ടിട്ട് മുട്ടുകുത്തി വീണാലേ അറിയാൻ പറ്റുള്ളൂ ഇതിനെന്തോരം പവർ ഉണ്ടെന്ന്. സംഭവം കാണാനൊക്കെ അടാറ് ലുക്കാണ്.
പക്ഷേ ഇതെനിക്ക് ഓവർ സൈസായി പോയി. അവരുടെ കയ്യിലാണെങ്കിൽ മീഡിയം സൈസ് ഇല്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഇത് ഇട്ടിട്ട് മുട്ടുകാളുടെ ഇവിടെ ഒന്നും ശരിയാവണില്ല. അതുകൊണ്ട് റിട്ടേൺ ചെയ്ത് ഞാൻ റിട്ടേൺ ചെയ്തപ്പോൾ 250 പോയിട്ടാ. ഇത് കൊറിയർ ചെയ്തവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. ഐറ്റം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അവർ ഫുൾ 6000 റുപ്പീസ് റീഫണ്ട് ചെയ്ത് തന്നിട്ടാ.